ബുദ്ധിമാനായ മടയൻ. ഒരു ഗ്രാമത്തിൽ 4 സ്നേഹിതന്മാർ പരസ്പരം ഐക്യത്തോടെ കഴിഞ്ഞിരുന്നു. അവരിൽ 3 പേർ പണ്ഡിതന്മാരും ഒരാൾ മടയനുമായിരുന്നു. പണ്ഡിതന്മാർക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ല, എന്നാൽ മടയനാകട്ടെ ബുദ്ധിമാനായിരുന്നു. ഒരിക്കൽ അവർ ഒരു യാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചു. മടയനായ സ്നേഹിതനെ കൂടി കൊണ്ടുപോയതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്ന് പണ്ഡിതന്മാരിൽ 2 പേർ പറഞ്ഞു. എന്നാൽ മൂന്നാമൻ അതിനെ എതിർത്തു. അയാൾ പറഞ്ഞു, നമ്മുടെ മൃത്തത്തെ കൂടി കൊണ്ടുപോകാതിരിക്കുന്നത് ഉചിതമല്ല. കുട്ടിക്കാലം മുതൽക്കേ നാം ഒന്നിച്ചു കളിച്ചു വളർന്നവരല്ലേ, അതുകൊണ്ട് പകയ്ക്ക് കൊള്ളാത്തവനെങ്കിലും അവനെ കൂടി നാം കൊണ്ടുപോകണം. അവസാനം 4 പേരും ഒന്നിച്ച് യാത്ര പോകാൻ തന്നെ തീരുമാനിച്ചു. അവർ യാത്ര ആരംഭിച്ചു. നടന്ന് അവർ വിജനമായ ഒരു വനത്തിലെത്തി. വനത്തിൽ ഒരു മൃഗത്തിൻ്റെ അസ്ഥിപഞ്ജരം അവർ കണ്ടു. ആ അസ്ഥിപഞ്ജരത്തെ സൂക്ഷിച്ചു നോക്കിയിട്ട് അത് സിംഹത്തിൻ്റേതാണെന്ന് പണ്ഡിതന്മാരിൽ ഒരാൾ പറഞ്ഞു. തങ്ങളുടെ വിദ്യകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ഇത് തന്നെയാണെന്ന് എല്ലാവരും തീരുമാനിച്ചു. പണ്ഡിതന്മാരിൽ ഒരാൾ പറഞ്ഞു, എൻ്റെ വിദ്യ കൊണ്ട് ഞാൻ ഈ അസ്ഥിപഞ്ജരത്തെ യോജിപ്പിക്കും. രണ്ടാമൻ പറഞ്ഞു, ഞാൻ ഈ അസ്ഥിപഞ്ജരത്തിൽ എൻ്റെ വിദ്യ കൊണ്ട് രക്തവും മാംസവും ചേർക്കും. മൂന്നാമൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് ഇതിന് ജീവൻ നൽകും. ആദ്യം പറഞ്ഞ 2 പേര് അവരുടെ വിദ്യകൾ പ്രകടിപ്പിച്ചു. മൂന്നാമൻ തൻ്റെ വിദ്യ പ്രകടിപ്പിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ബുദ്ധിമാനായ മടയൻ അയാളെ തടഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അതിനെ ജീവിപ്പിക്കുന്നത് വിഡ്ഢിത്തമാണ്. ഈ സിംഹത്തിന് ജീവനുണ്ടായാൽ അവൻ നമ്മളെ കൊന്നു തിന്നും. മടയൻ്റെ വാക്ക് കേട്ടിട്ട് പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞു, ഓട വിഡ്ഢി, നീ പറയുന്നത് കേട്ടിട്ട് ഞങ്ങളുടെ വിദ്യകൾ പ്രകടിപ്പിക്കേണ്ടതാണോ? മടയൻ പറഞ്ഞു, ഒന്ന് നിൽക്കണേ, നിങ്ങളുടെ വിദ്യ പ്രയോഗിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ വൃക്ഷത്തിൻ്റെ മുകളിൽ ഒന്ന് കയറിക്കോട്ടെ. അയാൾ പെട്ടെന്ന് അടുത്ത് കണ്ട് വൃക്ഷത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് സിംഹത്തിന് ജീവനുണ്ടായ ഉടനെ പണ്ഡിതന്മാരെ 3 പേരെയും സിംഹം കൊന്നു തിന്നു. സിംഹം അവിടെ നിന്ന് പോയതിന് ശേഷം ബുദ്ധിമാനായ മടയൻ വൃക്ഷത്തിൽ നിന്ന് താഴെ ഇറങ്ങി ദുഃഖത്തോടെ വീട്ടിലേക്ക് മടങ്ങി.